എയർപോർട്ടുകൾ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കണം എന്നറിയോ? ആദ്യത്തേതാണ് ലാൻഡിംഗ് ആൻഡ് പാർക്കിംഗ് ഫീസ്. ഫ്ലൈറ്റുകൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ ലാൻഡിംഗ് ഫീസ് ആയിട്ട് മിനിമം 25,000 മുതൽ 50,000 രൂപ വരെ എയർപോർട്ടിന് പേ ചെയ്യണം. അതുകൂടാതെ പാർക്കിംഗ് ഫീസ് ആയിട്ട് ഒരു ദിവസത്തേക്ക് 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ ഫ്ലൈറ്റുകൾ എയർപോർട്ടിന് പേ ചെയ്യേണ്ടതായി വരും. രണ്ടാമത്തേതാണ് എയറോ ബ്രിഡ്ജ് ചാർജസ്. നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് ഒരു ബ്രിഡ്ജോ അല്ലെങ്കിൽ ഒരു ടണൽ ത്രൂ പോകാറില്ല, അതിന്റെ പേരാണ് എയറോ ബ്രിഡ്ജ്. ഇതിനും ഫ്ലൈറ്റുകൾ 6,000 രൂപ മുതൽ 10,000 രൂപ വരെ ഫീസ് പേ ചെയ്യേണ്ടതായിട്ട് വരും. മൂന്നാമത്തേതാണ് ഷോപ്പ് റെന്റൽസ്. എയർപോർട്ടിനകത്തുള്ള ഷോപ്സ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയാണ് ഷോപ്പ് റെന്റൽസ് ആയിട്ട് എയർപോർട്ടിന് പേ ചെയ്യാറുള്ളത്. ചില ഷോപ്സ് അവരുടെ റവന്യൂ എയർപോർട്ടായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. നാലാമത്തേതാണ് ക്യാബ് ഓപ്പറേറ്റിംഗ് റൈറ്റ്സ്. ഓല, ഊബർ പോലത്തെ ക്യാബ് സർവീസുകൾ എയർപോർട്ടിൽ സർവീസ് നടത്താനായി ഓപ്പറേറ്റിംഗ് ചാർജ് ആയിട്ട് 12 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപയാണ് എയർപോർട്ടിന് പേ ചെയ്യേണ്ടത്. കൂടാതെ എയർപോർട്ടിന്റേതായ പാർക്കിംഗിൽ ഫുൾ ഡേ പാർക്ക് ചെയ്യാനായി 600 രൂപ മുതൽ 1000 രൂപ വരെ നമ്മൾ പേ ചെയ്യേണ്ടതായി വരും. ഇത് മാത്രമല്ല എയർപോർട്ട് ലോഞ്ചസ്, വാലറ്റ് പാർക്കിംഗ്, കൂടാതെ എയർപോർട്ടിന്റെ പുറത്തും അകത്തുമായി നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെന്റ്, ഇതിൽ നിന്നെല്ലാമായിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് എയർപോർട്ട് ഡെയിലി ജനറേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു എയർപോർട്ട് ഒരു ദിവസം എത്ര ലക്ഷക്കണക്കിന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കണ്ട കേട്ടോ. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്.